അപ്പോൾ ഇന്ന് ഒരു മുസ്രീസ് ബീച്ച് ക്ലാമ്പിംഗ് സെൻറ്ററിൻ്റെ ഉദ്ഘാടനമാണ്. അപ്പോൾ അവിടെ വന്നിട്ടാണ്. അപ്പോൾ ഇവിടെ ഇന്ന് ഒരു ഇഫ്താർ വിരുന്നുണ്ട്. അപ്പോൾ അതിന് ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഫ്രണ്ട് അവിടെ കുറച്ച് ഫ്രണ്ട്സുകളുണ്ട്. അപ്പോൾ ടൈമായിട്ടില്ല, ബാങ്ക് കൊടുക്കുന്ന സമയത്തില്ല. ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊക്കെ കഴിക്കാം. എന്നിട്ടാണ് ഉദ്ഘാടനം നടത്താൻ പോകുന്നത്. ഉദ്ഘാടനത്തിന് നമുക്ക് ടൈസൺ മാസ്റ്ററാണ് ഉദ്ഘാടനത്തിന് വരുന്നത്. ടൈസൺ മാസ്റ്റർ, മുഹമ്മദ് റിയാസ്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. കൂടെ ഞാനുമുണ്ട് മുഖ്യ അതിഥിയായിട്ട്. ആദ്യം ഇഫ്താർ വിരുന്ന് കഴിയും. അപ്പോൾ ഞങ്ങൾ ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയ കൊച്ചു വർത്താനങ്ങളുമായിട്ട് അങ്ങനെ ഇരുന്നു. അപ്പോൾ അതിനിടയിൽ നമ്മുടെ ടൈസൺ മാസ്റ്റർ വന്നു. ടൈസൺ മാസ്റ്ററും ടീമും ഭയങ്കര ഗാഢമായിട്ടുള്ള ചർച്ചയിലാണ്. അതിനിടയിൽ ഞങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ഇഫ്താർ വിരുന്നിന് ശേഷം ഓൺലൈൻ വഴിയാണ് ഇദ്ദേഹം ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം നാട്ടിലില്ലാത്തതുകൊണ്ട് എത്താൻ കഴിയില്ല എന്ന് മുന്നേ വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം ഓൺലൈനിൽ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ബീച്ച് സൈഡ് ആയതുകൊണ്ട് ഈ ഒരു ടൈമിൽ അവിടെ നല്ല വൈബായിരുന്നു. നൈറ്റിൽ കാറ്റൊക്കെ കൊണ്ട് നല്ലൊരു വൈബിൽ ഒക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉദ്ഘാടനത്തിന് എവിടെ പോയി കഴിഞ്ഞാലും ഒരു 2 വാക്ക് നമ്മൾ പ്രസംഗിക്കേണ്ട ആവശ്യം വരും. പക്ഷെ എനിക്ക് വലിയൊരു പ്രസംഗം പറയാനുള്ള മതിലകം എന്ന അടുത്തുള്ള ഒരു സ്ഥലത്ത് താമസിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. കാരണം ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. പ്രസംഗിക്കാൻ പറയുന്ന സമയത്ത് സംസാരിക്കാൻ അറിയത്തോണ്ട് ഞാൻ പാട്ട് പതിവ്. എന്നൊരു ആശംസ പ്രസംഗം ശേഷം ടൈസൺ മാഷിന്റെ സംസാരമായിരുന്നു. ടൈസൺ മാഷ് നന്നായിട്ട് പ്രസംഗിച്ചവരൊക്കെ തഴക്കം ചെന്ന പ്രാസംഗികരാണല്ലോ. അപ്പം അതൊക്കെ ഞങ്ങൾ സസൂക്ഷ്മം കേട്ടിരുന്നു. എല്ലാവരും ആശംസ പ്രസംഗങ്ങളൊക്കെ ചെയ്തു. വളരെ നല്ലൊരു പ്രോഗ്രാമായിരുന്നു. അങ്ങനെ ഒരുപാട് പേരൊന്നും കുറച്ച് പേരായിട്ടുള്ളൂ. അത്യാവശ്യം ആൾക്കാരെ മാത്രം അവർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഇഫ്താർ വിരുന്നും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങളതെല്ലാം കേട്ടു കണ്ടിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ വക പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഒരു റീൽസ് എടുക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി. ഇത് എനിക്ക് ബിയോണ്ട് സൂത്ര എന്ന് പറയുന്ന ഒരു പേജിൽ നിന്ന് അയച്ചെന്ന സാരിയാണെന്നു. സാരി നല്ല ഭംഗിയായിട്ടില്ലേ. പക്ഷെ അവിടെ ലൈറ്റ് കുറവായതുകൊണ്ട് എനിക്ക് ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ എന്തായാലും വന്നതല്ലേ എന്ന് വിചാരിച്ചെടുത്തതാണ്. അപ്പോൾ